പുതിയ മന്ത്രിമാരായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഒപ്പം കെ.ബി. ഗണേഷ് കുമാറും ചുമതലയേറ്റ ദൃശ്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രിയെ പരിഗണിക്കാതെ, മുഖ്യമന്ത്രിയോട് ഒരു അഭിവാദ്യം അർപ്പിക്കാതെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചടങ്ങ് കഴിഞ്ഞ് മുന്നോട്ട് മാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും അത് ഒരു കൗതുക കാഴ്ചയാണ്. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള അകൽച്ച അതേപോലെ തുടരുന്നു എന്നുള്ളതും പ്രധാനമാണ്. കാരണം മുഖ്യമന്ത്രിക്ക് രാജ്ഭവനിൽ എത്തേണ്ടി വന്നു. മന്ത്രിമാർ സത്യപ്രതിജ്ഞ നടക്കേണ്ട രാജ്ഭവനിലാണ്. രാജ്ഭവനിൽ ഗവർണർ സ്ഥാനത്തിൽ അത് വേണമെന്നാലും ഏതായാലും 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടാമെന്ന LDF-ലെ ധാരണ അനുസരിച്ചാണ് മന്ത്രി പദവിയുടെ വെച്ചുമാറ്റം. ആന്റണി രാജുവിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ആന്റണി രാജുവും INL അഹമ്മദ് ദേവർകോവിലും സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് കോൺഗ്രസ് എസിൻ്റെ പ്രതിനിധിയായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയായ കെ.ബി. ഗണേഷ് കുമാറും മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആന്റണി രാജു വഹിച്ച ഗതാഗതം അടക്കമുള്ള വകുപ്പുകൾ ഗണേശനും, അഹമ്മദ് ദേവർകോവിൽ വഹിച്ച തുറമുഖമടക്കമുള്ള വകുപ്പുകൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും ലഭിക്കുമെന്നുള്ള സൂചനകളാണ്. പക്ഷേ വകുപ്പ് മാറ്റമുണ്ടാകുമോ എന്ന കാര്യം കാത്തിരുന്നു കാണേണ്ടി വരും. കഴിഞ്ഞ LDF മന്ത്രിസഭയിലും കടന്നപ്പള്ളി രാമചന്ദ്രൻ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. നടൻ കൂടിയായ കെ.ബി. ഗണേഷ് കുമാർ UDF സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയായിരിക്കെ വഹിച്ച സിനിമാ വകുപ്പ് കൂടി ലഭിക്കണം എന്ന ആവശ്യം ഉന്നയിച്ച സാഹചര്യമുണ്ട്. നിലവിൽ സജിത്തിലേനാണ് സിനിമയുടെ വകുപ്പ്. ചില CPM മന്ത്രിമാരും വകുപ്പ് മാറ്റത്തിന് താല്പര്യം അറിയിച്ചതായുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. 22 വർഷം മുൻപ് അച്ഛൻ ബാലകൃഷ്ണപിള്ളയുടെ പകരക്കാരനായാണ് കെ.ബി. ഗണേഷ് കുമാർ ആദ്യമായി മന്ത്രിസ്ഥാനത്തെത്തുന്നത്. 22 മാസത്തിന് ശേഷം കുറ്റവിമുക്തനായ അച്ഛനു വേണ്ടി സ്ഥാനമൊഴിഞ്ഞു. സിനിമയിൽ സജീവമായ കാലത്താണ് 2001 കേരള കോൺഗ്രസ് B സ്ഥാനാർത്ഥിയായി ഗണേഷ് പത്തനാപുരത്ത് മത്സരിക്കുന്നത്. 5 തവണ പത്തനാപുരത്തെ പ്രതിനിധീകരിച്ചു. 3-ാം തവണയാണ് മന്ത്രി പദവി. ആദ്യ തവണ ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രി, 2-ാം തവണ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം മന്ത്രിയായി ചുമതലയേറ്റു. 2-ാം പിണറായി സർക്കാരിൽ ഒരു MLA മാത്രമുള്ള ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകാനുള്ള തീരുമാനപ്രകാരമാണ് ഇപ്പോൾ ഗണേഷ് കുമാർ മന്ത്രിയാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1980 ഇരിക്കൂറിൽ നിന്നുള്ള MLA ആയെങ്കിലും രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിയായത് 29 വർഷങ്ങൾക്ക് ശേഷമാണ്. VS അച്യുതാനന്ദൻ സർക്കാരിൽ ദേവസ്വം വകുപ്പ് നൽകി കടന്നപ്പള്ളിയെ മന്ത്രിസഭയിലേക്ക് എടുക്കുകയായിരുന്നു. 2016 പിണറായി മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം കിട്ടി. 3-ാം തവണ മന്ത്രിയാകുന്നത് 2.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്. AKനോടൊപ്പം ഇടതുപക്ഷത്ത് എത്തിയ കടന്നപ്പള്ളി പിന്നീട് ആന്റണി മുന്നണി മാറിയപ്പോൾ ഇടതാവളം തന്നെ തുടരുകയായിരുന്നു. 2 തവണ ദേവസ്വം വകുപ്പും 1 തവണ തുറമുഖ വകുപ്പും കൈകാര്യം ചെയ്ത കടന്നപ്പള്ളിക്ക് ഇത്തവണ തുറമുഖ വകുപ്പാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ വകുപ്പുകളിലൊക്കെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാം. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ അല്പസമയത്തിനകം പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ MLA-മാർ, മന്ത്രിമാർ, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ മന്ത്രിമാർക്ക് ആശംസകൾ അർപ്പിക്കുന്ന സാഹചര്യം കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരസ്പരം അഭിനന്ദിക്കുന്നു.